മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരെ കേസെടുക്കാനേരി. SFIOയിൽ നിന്ന് ED രേഖകൾ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, ഒരേ വിഷയത്തിൽ ഒരേ സമയം 2 കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ മാസപ്പടി കേസ് മാറിയിരിക്കുന്നത്. എന്താണ് മാസപ്പടി കേസിൽ നടക്കുന്നത്? വൃന്ദ, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊപ്പം ED, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൂടെ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമാകുന്നു. അതും ഉന്നയിക്കുന്ന വകുപ്പ് വിദേശ നാണയവിനിമയ ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള നിയമകാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് SFIOയ്ക്കൊപ്പം EDയുടെ ഒരു അന്വേഷണം കൂടെ വരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് മുൻപുള്ള കേസുകളിലൊക്കെ. ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കേജ്രിവാളിനെതിരെ ഒരേ സമയം 2 കേന്ദ്ര ഏജൻസികളാണ് അന്വേഷണം നടത്തിയത്. അതായത് CBIയും CBIക്ക് പിന്നാലെ EDയും ഈ അരവിന്ദ് കേജ്രിവാളിന്റെ മദ്യനയ അഴിമതി കേസിൽ അന്വേഷണം നടത്തുന്നു. തുടർന്ന് ആദ്യം CBI അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ EDയും ഈ അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്ക് ഈ നിയമക്കുരുക്ക് നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ തൈക്കണ്ടിലിനെതിരെയുള്ള അന്വേഷണവും മാറുന്നു, അല്ലെങ്കിൽ വഴി മാറ്റപ്പെടുന്നു എന്ന് നമുക്ക് ഈ നിമിഷം പറയാൻ സാധിക്കുന്നു. എന്തായാലും ഈ SFIO അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL ഡൽഹി ഹൈക്കോടതിയിലെ ഡൽഹി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബലാണ് ഈ കേസിൽ ഇന്ന് ഹാജരാവുന്നത്. എന്തായാലും ഡൽഹി ഹൈക്കോടതിയുടെ ഒരു നിർണായക വിധി ഇന്ന് 2:30 വരാനിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വിധി വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് SFIOയ്ക്കൊപ്പം EDയും ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിക്കെതിരെ ഒരു അന്വേഷണവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പം മുമ്പ് ഷോൺ ജോർജ് ഒരു പുതിയൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തുകയുണ്ടായി. EDയും SFIOയ്ക്കും പുറമെ CBI കൂടി ഈ ഒരു അന്വേഷണത്തിലേക്ക്, അതായത് മാസപ്പടി കേസിൽ വീണ വിജയനെതിരെയുള്ള അന്വേഷണത്തിലേക്ക് CBI കൂടി രംഗപ്രവേശനം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചനകൾ ഷോൺ ജോർജ് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ മാസപ്പടി കേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ അതൊരു മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. SFIOയ്ക്കൊപ്പം ED കൂടി കക്ഷി ചേരുന്നു. 2 കേന്ദ്ര ഏജൻസികൾ ഒരേ സമയം ഒരേ കേസിൽ അന്വേഷിക്കുന്നു. ആ ഒരു നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്ന് ഈ ഒരു SFIOയുടെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRLന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ ഒരു കേസ് ഒരു പ്രത്യേക ഒരു തരത്തിലേക്ക്, അതായത് ഒരേ സമയം 2 ഏജൻസികൾ വരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി കൂടി CBI കൂടി വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അങ്ങനെ ആകെ ഒരു സംഭവ ബഹുലമായിട്ട് ഈ ഒരു മാസപ്പടി കേസിന്റെ അന്വേഷണം മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. വൃന്ദ. ശരി സാനു.